26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതിന് ശേഷമായിരുന്നല്ലോ നമ്മുടെ അക്ഷയ തൃതീയ വന്നത്. ഓർമ്മയുണ്ടോ? അന്ന് എത്ര കോടി രൂപയുടെ സ്വർണം കേരളത്തിൽ മാത്രം വിറ്റുപോയി എന്ന്? 1200 കോടി രൂപയുടെ സ്വർണമാണ് അക്ഷയ തൃതീയ ദിനത്തിൽ മാത്രം കേരളത്തിൽ വിറ്റുപോയത്. അപ്പോൾ ഈ അക്ഷയ തൃതീയയിൽ സത്യം പറഞ്ഞാൽ ധനലക്ഷ്മി, അതായത് ധനലക്ഷ്മി ദേവി അങ്ങനെ അന്ന് സ്വർണം മേടിക്കുന്നവരോട് ഒപ്പം ചെല്ലുമോ? ഇത്തരം കാര്യങ്ങൾ ഞാൻ വളരെ പ്രശസ്തനായ ഒരു ആസ്ട്രോളജിസ്റ്റിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ യാതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഏതോ ഈ സ്വർണ്ണ വ്യാപാരികളുടെ ഏതോ മാർക്കറ്റിംഗ് വിദഗ്ധൻ കണ്ടുപിടിച്ച ഒരു മാർക്കറ്റിംഗ് മാർഗമാണ് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ വലിയ ഐശ്വര്യമുണ്ടാകുമെന്ന അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെയാണ് അന്ന് കേരളത്തിൽ, അതായത് വർഷങ്ങളായി കേരളത്തിൽ ആ ദിനത്തിൽ ധാരാളം സ്വർണം വിറ്റു പോകാറുണ്ട്. ഈ വർഷം ഇത്രയധികം 1,80,000 അങ്ങനെ എന്തോ ആയിരുന്നു അക്ഷയ തൃതീയ ദിനം സ്വർണത്തിൻ്റെ വില. ആ ദിവസമാണ് 1200 കോടിയുടെ സ്വർണം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ വിറ്റുപോയത്. അപ്പം ഇത് ഈ പറഞ്ഞ കണക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം എന്ന് പറയുന്നത് ഒരു അക്ഷയനിധി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഏത് സാഹചര്യത്തിലും മൂല്യം കാത്തുവെക്കുന്ന ഒന്നാണ്. പല ഓപ്ഷൻസ് ഉണ്ട് മനുഷ്യർക്ക്, അതായത് സ്വന്തം ധനം സൂക്ഷിച്ചു വയ്ക്കാൻ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ സാധാരണ മനുഷ്യരെന്താണ് ചെയ്യുക? സ്വന്തം ധനം സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ചില ചിന്തകൾ അവരെ സ്വാധീനിക്കുക. എന്തൊക്കെയാണ്? പെട്ടെന്ന് പണമാക്കി അത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഉദാഹരണത്തിന് പെട്ടെന്നൊരു രോഗം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പണം കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെ പണമാക്കി മാറ്റാൻ പറ്റുന്ന സോഴ്സിലാണ് വയ്ക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കറിയാം ഓഹരി വിപണിയിലിട്ടാൽ പെട്ടെന്ന് ഓഹരി കൈമാറ്റം ചെയ്ത് പണം എടുക്കാം. സ്വർണത്തിലാണെങ്കിലും പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചൊക്കെ നമുക്ക് ആവശ്യത്തിന് പണം എടുക്കാം. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പക്ഷേ അത്ര എളുപ്പം പറ്റില്ല. കാരണം ഭൂമിക്ക് ആളെ കണ്ടുപിടിച്ച് കൊടുത്തൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം കൈമാറ്റം ചെയ്യാവുന്ന, പണമാക്കി മാറ്റിയെടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് സ്വർണവും ഓഹരി വിപണിയും. ഇതിൽ തന്നെ ഏതാണ് കൂടുതൽ മെച്ചമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്വർണ്ണമാണ്. കാരണം ഓഹരി വിപണി എപ്പോൾ വേണമെങ്കിലും കരടിക്ക് വിധേയമാകാം, അല്ലെങ്കിൽ കാളക്കൂറ്റിൻ്റെ പിടിയിലുമാകാം. കാളക്കൂറ്റിൻ്റെ പിടിയിലായാൽ നമുക്ക് ലാഭമുണ്ടാക്കാം, കരടിയുടെ പിടിയിലായാലോ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ അതിനേക്കാളൊക്കെ ഏതെങ്കിലും ഒരു അൺസേർട്ടൺ സിറ്റുവേഷൻ, അതായത് ഒരു അസാധാരണ സാഹചര്യം ഉടലെടുക്കുന്നുവെങ്കിൽ ഉടനെ വ്യക്തികൾ അവരുടെ ധനം സൂക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം സ്വർണമാണ് എന്ന് വിചാരിച്ച് സ്വർണത്തിലേക്ക് മാറും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.